സാറിന് വേണ്ടി എത്ര നേരമാണ് ഞാൻ ട്രൈ ചെയ്യുന്നറിയോ? സോറി കുട്ടി. എന്താ അവിടെ ഒരു ശബ്ദം? ഒരു ട്രെയിൻ കടന്നു പോയതാ. ഞാൻ ഡൽഹിയിലാ. ആ ബിസിനസ് കാര്യത്തിനായി ഒരു മിനിസ്റ്ററെ കാണാൻ വേണ്ടി വന്നതാ. ഓക്കെ കുട്ടി, ഞാനത് ഏറ്റു. ബൈ. ഹലോ ഹലോ സാറേ സാറേ ഒന്ന് നിക്കണേ. വിശന്നിട്ട് വയ്യ. ഇന്നലെ മുതൽ കഴിച്ചിട്ടില്ല. എന്തെങ്കിലും തരണേ. ഞാൻ പട്ടിണി ചത്തുപോ സാറേ. എനിക്കൊന്നും കഴിക്കാൻ വേണ്ടേ? എനിക്കൊരു പാലും വെള്ളവും ഇറച്ചിയും പൊറോട്ടയും. പൊറോട്ട ഇറച്ചി പാലും വെള്ളം എന്റെ പൈസ കിട്ടിട്ട് കഴിക്കുന്നു തോന്നുന്നു കേട്ടോ. അന്ന് ഇറച്ചി ഒഴിവാക്കാം. പൊറോട്ട സാമ്പാർ പാലും വെള്ളം മതി. എന്തെങ്കിലും തന്നിട്ട് പോ സാറേ. പണ്ടാണ് ഞാൻ പാൽവെള്ളം ഒഴിവാക്കാന്ന്. പാലും വെള്ളം പോട്ട് പച്ചവെള്ളം വാങ്ങത്തിന് എന്റെ കാശില്ല. ആരെങ്കിലും നടക്കാനാവുമ്പോ കയ്യിൽ പൈസ വെക്കോ? ഞാൻ പട്ടടി ചത്തുപൂട്ടാ. നാളെ ഈ റൂട്ടിൽ ഓടാൻ പോയോ? ആശാനെ കഴിക്കാൻ പൈസ തരില്ല. ആശാനെ നാളെ വരും. ആശാനെ അവന് വിടരുത്. ഈശ്വരാ, കൊടുങ്ങൽ വരുമ്പോ കാത്തു. ശരി ശരി, ഞങ്ങൾ നാളെ തന്നെ എത്തിക്കോളാം. ശരി സ്വാമി, ശരി. പോവാ. ആരാ? ഏട്ടന് വേണ്ടി ഒരു പൂജക്ക് ബുക്ക് ചെയ്തിരുന്നു. നാളെ കാലത്ത് എന്നാ തിരുമേനി ചെയ്തുതരാ പറഞ്ഞു. എന്തിനാ വെറുതെ കാശ് കൊണ്ട് കളയണതല്ലേ രമണിയെ? അതൊന്നും പറഞ്ഞ ശരിയാവില്ല. എന്റെ ഏട്ടന് കഷ്ടാല. എന്നെ കിട്ടുന്ന എന്റെ കഷ്ടകാല.
ചോദിച്ചിട്ട് കാര്യമില്ല. എന്നാലും പറയാ, വരണില്ലേ? നീ പ്രാർത്ഥിച്ചാ മതി. വെറുതെ അല്ല ജോലി പോയത്. വഴിപാടിന് കുറച്ച് പണം വേണം. എന്ത് വഴിപാട്? വെടി വഴിപാട്. ശത്രുദോഷത്തിന്. ഏട്ടന് ഭയങ്കര ശത്രുക്കളാ. നീ പ്രാർത്ഥിച്ചാ മതി. അവളുടെ ഒരു വെടിവെടിവാണ്. എന്നാലും ആ ഒരു വെടി പൊട്ടിയ ഏത് വഴിപാടിനുള്ള വെടിയായിരിക്കും? ഏതെങ്കിലും ആവട്ടെ. എനിക്ക് ഉറപ്പാ കുട്ടികളുണ്ടാകാൻ പ്രാർത്ഥിച്ച വെടിയാ പൊട്ടാഞ്ഞ്. അത് പോട്ടെ രമണി, നമുക്ക് ഇനിയും വെടി പൊട്ടിക്കാലോ. നിങ്ങളെ കൊണ്ട് ആവണ കാര്യം പറഞ്ഞാ മതി. വെടി വഴിപാട് നടത്താൻ പറ്റിയ ഒരാൾ ഒന്ന് അമ്പലത്തിലേക്ക് വന്ന എന്താ കുഴപ്പം? മതി, നിർത്ത്. ഇനി ഇതിന്റെ പേര് തല്ല് കൂടണ്ടേ രമണിയെ. എന്നാലും 1 2 3 എന്നാലും ആ വെടി എന്താ എന്ത് പറ്റിയാവോ? ചെല്ല, എന്താ ചോദിക്കും? ആവശ്യമില്ലാത്ത ഇടാകൂട ആണെങ്കിൽ ഇടപെടണ്ട, മനസ്സിലായില്ലേ? ശരി രമണി. ഹലോ, നീലകണ്ഠവർമ്മ. നേരത്തെ വിളിച്ചപ്പോ ഏട്ടനെടുത്തുണ്ടായിരുന്നു. അതാ ഞാൻ തിരുമേനി പൂജ എന്നൊക്കെ പറഞ്ഞു. നീലേട്ടന് ഇപ്പൊ എവിടെയാ? ഞാൻ ഹോട്ടൽ താജിന്റെ ബാൽക്കണിയിൽ കാറ്റുകൊള്ളാൻ വന്നതാ. അയ്യോ, ബൈ ദ ബൈ, ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ? ആളെങ്ങനെ? എന്നെ പോലെ സുന്ദരനാ? അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. എന്ത് ചെയ്തു കൊടുത്താലും കുറ്റം. പക്ഷെ പാവാ, മൂപ്പര് മിനിഞ്ഞാന്ന് വന്നു. ഒന്ന് വരുമോ വീട്ടിലേക്ക്? ഞാനിതുവരെ നീലേട്ടനെ കണ്ടിട്ടില്ലല്ലോ. എന്റെ ഏട്ടൻ എന്നെ ഭയങ്കര വിശ്വാസ. നീലേട്ടൻ ഒന്നും സംശയിക്കുകയില്ല. സോറി ഡാർലിംഗ്, ഒരു മിനിറ്റ് പോലും ബാക്കി വെക്കാൻ പറ്റില്ല. തന്നെ എനിക്ക് കാണുന്നൊക്കെ ഉണ്ട്. ഐ ആം വെരി സോറി. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ആ മധുരമുള്ള ചുണ്ടിൽ നിന്നൊരു പാട്ട് പാടാമോ? ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. എന്താ ചെയ്യാ? പ്ലീസ്, ജസ്റ്റ് ഫോർ റിലാക്സ്. പാടിത്തന്ന ഏട്ടൻ വരുമോ എന്നെ കാണാൻ? എനിക്ക് വയ്യ കേട്ടോ. ഐ വിൽ ട്രൈ. എന്നു വരും നീ, എന്നു വരും നീ എന്റെ വെറുതെ എന്റെ പന്തലിൽ. ഏട്ടൻ വരില്ലേ? വരാം വരാം. എന്നു വരും നീ, എന്നു വരും വരണട്ടോ. വരാം. എന്റെ പന്തൽ, എന്റെ പന്തൽ. പണ്ടടക്കാൻ ബാറ്റെടുത്തു ശവം. ആ മാസ്റ്റർ ഡോക്ടർ ലീലാൻഡി വിളിക്കുന്ന സമയാ. അവളുടെ പാട്ട് എങ്ങനെയുണ്ട്? ഹലോ, ഇനി എന്നെ വിളിക്കും. നമ്മ ഉണ്ടല്ല, അല്ലെങ്കിൽ ഈ റോങ് നമ്പറിൽ കൂടെ പരിചയപ്പെടുന്നവരൊക്കെ ഇങ്ങനെയാ. അമ്മേ അമ്മേ നാരായണ, ദേവി നാരായണ. എന്താ നിന്റെ പ്രശ്നം? കൊളായി, ഒക്കെ കൊളായി. എന്ത് കൊളായെന്ന് പറയണേ? നശിപ്പിച്ചു, ഒക്കെ നശിപ്പിച്ചു. നീ കാര്യം പറ രാമേട്ടാ. 40 ദിവസം കണ്ടിനെ വെറുതെടുത്ത് മലയ്ക്ക് പോയെന്ന് ഞാനാ. മുടി നാടി വെട്ടാൻ പോയി അവനോട് കൊടുക്കുന്ന തിരക്ക്. അതാണ് നിന്റെ പ്രശ്നം? അതൊന്നല്ല രാമേട്ടാ, എനിക്ക് വയ്യ, ഒക്കെ കൊളായി. നീ കാര്യത്തിലേക്ക് വേണ്ടച്ചക്കാ. വെറുതെ മുറിക്കാന്ന് കരുതി ജോസേട്ടന് 5 ചിക്കൻ ബിരിയാണി വാങ്ങിട്ട് വീട്ടിലേക്ക് വരുന്ന വഴിയാ. അപ്പോഴൊരു തെറിച്ച് ഫോൺ കോള്. അമ്മയുടെ അമ്മ മരിച്ചു.
അതും ബോംബെ കിടന്ന് ആളോണ്ട് 10 പൈസ കൊണ്ട് ഉപകരിക്കാൻ ഉണ്ടായിട്ടില്ല. അറിയോ? ഒക്കെ കോളായില്ലേ ജോസേട്ടൻ? അല്ല ഞാൻ സംഭവിക്കാനുള്ള സംഭവിച്ചു. അതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? അതല്ലേ, അപ്പൊ ഈ ചൂടുള്ള ചിക്കൻ ബിരിയാണി ആര് കഴിക്കും? എനിക്ക് കഴിക്കാൻ പറ്റുമോ? ഒക്കെ വേസ്റ്റ് ആയില്ലേ? ഇനി ചിക്കൻ നല്ല ദിവസം 15 ചെയ്യണം. പേല എത്ര പേല ഒടുക്കത്തെ പേല കണ്ടോ? വാല് വെള്ളം വരെ കണ്ടോ? പേല ഒടുക്കത്തെ പേല. ഞാനിപ്പോ എന്താ വേണ്ടേ? ഏട്ടനിക്കൊരു ഉപകാരം ചെയ്യോ? ഈ ചിക്കൻ ബിരിയാണി ഏട്ടെടുത്തോ. 15 ദിവസം കഴിഞ്ഞ പോലെ മാറുമ്പോ 5 ചിക്കൻ ബിരിയാണി എനിക്ക് മേടിച്ചതാ. മോനെ കുട്ടാ, എനിക്ക് വേണ്ട. ചേട്ടൊന്ന് മണത്തോക്കിയേ. കലക്കിട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണിയുടെ അദ്ദേഹം വേണം. അന്ന് ഏട്ടൻ ചേച്ചി ഇത് കഴിച്ചോ? ദൈവം ഇത് കളയരുത്, ദൈവം ഓർക്കൂല. അതെനിക്ക് നന്നായി അറിയാം. അതെ ചേച്ചിയോട് ഞാൻ പറയണ്ടല്ലോ. വേണ്ട. ഫോണ് കണ്ടില്ലേ എന്റെ ചെക്കൻ? അമ്മ കണ്ട നേരം ചേട്ട. എന്തത്? കുറച്ച് ചിക്കൻ ബിരിയാണിയാ. ആർക്ക് കഴിക്കാനാ? നമുക്ക്. ഇന്ന് ഏതാ ദിവസം അറിയില്ലേ? ധനു ഒന്നാ. കുടുംബത്തേക്ക് ഞാൻ നോൺ കയറ്റില്ല. ഞാൻ കഴിക്കാം. ആഹാ, ഹൈ ഷുഗർ, ഹൈ കൊളസ്ട്രോൾ, ഹൈ BP, ഇത് 3 കൂടെ ഉള്ളപ്പോഴാ ചിക്കൻ ബിരിയാണി കഴിക്കാൻ മോഹം? എന്റെ രാമേട്ടാ, അതൊന്നും പറ്റില്ല, മനസ്സിലായോ? നാളെ ഏട്ടന് ഞാനൊരു തുലാഭാരം നേർന്നിട്ടുണ്ട്, ജോലി തിരിച്ചു കിട്ടാൻ. അതിന് ഇന്ന് കഴിച്ച നാളേക്ക് എന്താ പ്രശ്നം എന്റെ രമണിയെ? എന്തു പറഞ്ഞാലും ഈ രമണി ബിരിയാണി കുടുംബത്തേക്ക് കയറ്റുന്ന പ്രശ്നമില്ല. ഏട്ടൻ ഇത് കഴിച്ചു എന്നറിഞ്ഞ എല്ലാം ആ നീർക്കോലി വന്ന് മുമ്പിൽ നിർത്തിയപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തോ ചുറ്റിക്കളി. അവന്റെ മാമ മരിച്ചു ബോംബെലുള്ളേ. അയ്യോ, സഹദേവേട്ടനോ? ഈശ്വരാ, എന്നാ നിങ്ങൾ തീരെ കഴിക്കണം. ഇതാർക്കെങ്കിലും കൊടുക്കും. തങ്കക്കുടം പോലിരുന്ന മനുഷ്യനോ? ദൈവമേ, കഷ്ടം. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു വരുത്തുന്ന ഭവൻ. ഓ, ബാക്കി വണ്ടി കയറിട്ട് കണ്ടു ഓ. എന്റെ ചിക്കൻ ബിരിയാണി പണ്ടടങ്ങാൻ അമ്മാവൻ ചവ കണ്ട നേരം. ഹലോ, ആ ഞങ്ങളെത്തി. എന്തായി ബ്ലൗസിന് പണി കഴിഞ്ഞോ? ആ പിന്നെ ബ്ലൗസിൽ സാരിയുടെ ബോർഡർ വെച്ചാ മതി. കുങ്കുമപ്പൂവിലെ ആശാസത്തിന്റെ ബ്ലൗസ് പോലെ. എങ്ങടാ? ഒരു പ്രാവശ്യം കഴിച്ചോണ്ട് കൊളസ്ട്രോൾ കൂടില്ല എന്റെ രമണിയെ. വേണ്ട വേണ്ട വേണ്ട. ഈ ചിക്കൻ ബിരിയാണി വീടിന്റെ പുറത്ത് കളഞ്ഞിട്ട് വന്നാ മതി, മനസ്സിലായാ? ഹസ്ബൻഡായിട്ടൊന്നുമല്ല, ഇവിടെ ഒരു പറ്റിയുണ്ട്, ചിക്കൻ കാല് കടിച്ചിട്ടേ. ആ പിന്നെ ആ ബ്ലൗസ് അതുപോലെ തന്നെ ചെയ്തോളൂ. ഹസ്ബൻഡായിട്ടൊന്നുമല്ല, ഇവിടെ ഒരു പട്ടിയുണ്ട്. പറ രാമേട്ടാ. ഇസ്മായില്, കുറച്ച് ബിരിയാണി ഉണ്ട്, കൊണ്ടുവരട്ടെ? ചിക്കൻ. അയ്യോ, ഞാൻ കഴിച്ചോളൂ. രാമേട്ട ഉണ്ടാക്കിയതാ. ഹലോ, കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ട്, കൊണ്ടുവരട്ടെ? ഇവിടെ ഒരു പട്ടിയുണ്ട്. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ നിലവിലില്ല. ഇപ്പോൾ ഈ നമ്പറിൽ ബന്ധപ്പെടുവാൻ സാധിക്കില്ല. ദയവായി കുറച്ചു കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കുക. വിശന്നിട്ട് വയ്യ, ഇന്നലെ മുതലൊന്നും കഴിച്ചിട്ടില്ല സാറ്, എന്തെങ്കിലും തരണം സാറ്. Chicken
ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. കുട്ടി, പറയൂ സർ. ഇപ്പൊ തന്നെ ലാൻഡ് ചെയ്തോളൂ. ഓക്കെ സർ. ഭയങ്കര ചൂട്. ഞാൻ കാറിൽ കയറിയിട്ട് വിളിക്കാം. ഓക്കെ സർ. താങ്ക് യു സർ. ഹലോ, ബിരിയാണി, ബിരിയാണി, ചിക്കൻ ബിരിയാണി. ബിരിയാണി, ചിക്കൻ ബിരിയാണി. സാറേ, സാറിന് വായ വെള്ളം മതി ഈ ബാർബിടെ നിന്ന് നമ്മൾ ചത്തുപോവാൻ. എന്റെ സന്തോഷത്തിൽ കഴിക്കു സാറേ, അല്ലെങ്കിൽ കൊതി പറ്റും. കഴിക്കു സാറേ. എന്താ സാറിന്റെ ദൈവ അങ്ങനൊന്നും പറയല്ലേ. കഴിക്കൂ. ബിരിയാണി തൊട്ട് കുറെ നാളായി സാറേ. സന്തോഷായി സാറേ. അപ്പൊ ശരി സാറേ. ശരി ശരി ശരി. ബിരിയാണി എമ്പാടും ഒറ്റയ്ക്ക് തിന്നു ഞാന്. ബിരിയാണി എമ്പാടും. ഹലോ, നീലകണ്ഠവർമ്മ. നീലേട്ടൻ എവിടെയാ? ഞാൻ താജിൽ തന്നെയുണ്ട്. ഇപ്പോഴൊന്ന് ഫ്രീ ആയതും ഫുഡ് കഴിച്ചതും. എന്താ കഴിച്ചത്? ചിക്കൻ ബിരിയാണി. ഇവിടുത്തെ നല്ല ടേസ്റ്റാ. അത്രക്ക് ടേസ്റ്റാ? പിന്നെ ഇയാളെ പോലെ. വെറുതെ പറയാ. അല്ല, സത്യം. എന്നാ എന്നെ കാണാൻ വരുമ്പോ ചിക്കൻ ബിരിയാണി വാങ്ങിട്ട് വരുമോ? എനിക്ക് കാണാതിരിക്കാൻ വയ്യ കേട്ടോ. എന്നാ ഞാനിന്ന് ചിക്കൻ ബിരിയാണി ആയിട്ട് വരട്ടെ. വന്നോളൂ. എപ്പോഴാ വരിക? അയ്യോ, കൊള്ളാവും. ഹലോ 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 ഹലോ. ഞാൻ തിരിച്ചു വിളിക്കാട്ടോ. ഇന്ന് എക്സ്പ്രസ് ഉണ്ടോ? ചേട്ടാ ഇതോ. ഒരെണ്ണെടുക്കൂ. പെട്ടെന്ന് പെട്ടെന്ന്. ഹലോ 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 ഹലോ. ചില്ലല്ലേട്ടാ? അത് വെച്ചോ. അയ്യോ, ഓടി വരണേ. സാറേ 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 എന്ത് പറ്റി സാറേ? എനിക്ക് സാറേ, എനിക്ക് സാറേ എന്ത് പറ്റി സാറേ? സാറേ എനിക്ക് 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 സാറേ, എനിക്ക് സാറേ. സാറേ അയ്യോ അയ്യോ ഈശ്വരാ. എനിക്ക് സാറേ, എനിക്ക് സാറേ, എനിക്ക് എനിക്ക് സാറേ.
അയ്യോ. ഹലോ കുട്ടി, പിന്നെ വിളിക്കൂ, ഞാൻ മീറ്റിംഗിലാ. ഇവിടെ എന്താ വേണ്ടേ? ഒരു മട്ടൻ ബിരിയാണി. ഇവിടെയോ? ഒരു ചിക്കൻ ബിരിയാണി. ഒരു മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, പെട്ടെന്ന് പെട്ടെന്ന്. ഒരു മട്ടൻ ബിരിയാണി, ഒരു ചിക്കൻ ബിരിയാണി പാർസൽ. Chicken biryani.